السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനാദരവുള്ള അഭിമന്യരായ സയ്യിദുന സയ്യിദ് ലിയാഖത്ത് അലി പുക്കോയ തങ്ങളവറുകളെ, സമാദരണീയരായ സയ്യിദന്മാരെ, ബഹുമാന്യരായ പണ്ഡിത സുഹൃത്തുക്കളെ, ആദരണീയരായ മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ശ്രോതാക്കളെ, മഹാനായ സയ്യിദ് ലിയാഖത്ത് അലി പുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ 34 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച മഹത്തായ സ്വലാത്ത് ദിക്ർ മജ്ലിസിന്റെ 34ാമത്തെ വാർഷികവും സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊഈനുദ്ദീൻ ചിസ്തി തങ്ങളുടെ ഉറൂസ് മുബാറക്കും വളരെ ഗംഭീരമായി അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ മഹാരഥന്മാരുടെ നാമങ്ങളെ കൊണ്ട് ഉല്ലേഖനം ചെയ്ത പതാക വാനിലേക്ക് ഉയർത്തലോടുകൂടെ ആരംഭിക്കുകയാണ്. നാം എല്ലാവരും ഈ പരിശുദ്ധമായ മജ്ലിസിൽ ഒത്തുകൂടിയത് നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് വിവിധങ്ങളായ പദ്ധതികൾ നേരത്തെ ഇവിടെ കഴിഞ്ഞത് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്ന് പരിശുദ്ധമായ ഹിഫ്ള് കോളേജിന്റെ ഉദ്ഘാടനം, അതിന്റെ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപന ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയുണ്ടായി. ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് നടന്നു വരുന്ന ഫളീല കോളേജിന്റെ ശിലാസ്ഥാപന കർമ്മവും ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നിർവഹിച്ചു. അതിനുശേഷം നടന്ന ഉദ്ഘാടന പരിപാടിയിൽ, ഉദ്ഘാടന സമ്മേളനത്തിലും നസീഹത്ത് പ്രഭാഷണത്തിലുമൊക്കെ പ്രഗത്ഭരായ സയ്യിദന്മാരും പണ്ഡിതന്മാരും അണിനിരന്നു. ളുഹർ നിസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഖുദ്റ മജ്ലിസിൽ ആരംഭിച്ച പരിശുദ്ധമായ ദിക്റുകൾ, മൗലിദുകൾ, പ്രാർത്ഥനകൾ എല്ലാം കഴിഞ്ഞ് അസറിന്റെ മുമ്പ് വീണ്ടും നമ്മുടെ ഈ പരിശുദ്ധമായ മജ്ലിസ് ആരംഭിക്കുകയാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭരായ പ്രഭാഷകന്മാർ, ബഹുമാനപ്പെട്ട സമദ് സാഹിബും ബഹുമാനപ്പെട്ട ഷമീർ ദാരിമി ഉസ്താദുമൊക്കെ ഇവിടെ പ്രഭാഷണം നടത്തി മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞത്. പരിശുദ്ധമായ 2 സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും ഇവിടെ ഒത്തുകൂടിയ ആളുകൾ ധാരാളമായി സഹായിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. ഇനിയും ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരും മഹാനായ സയ്യിദ് ലിയാഖത്ത് അലി തങ്ങളുടെ മഹനീയ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ പരിപാടിക്ക് സഹായിക്കണം എന്ന നല്ല മനസ്സോട് കൂടിയാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഉറൂസ് മുബാറക്കോടനുബന്ധിച്ച് അവസാനമായി നമുക്ക് നടക്കാനുള്ളത് നമ്മുടെ മഹാനായ സയ്യിദ് ലിയാഖത്ത് അലി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. ഇതാണ് നമ്മൾ എല്ലാറ്റിനേക്കാളും ഏറെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞു വന്ന ആളുകൾ, ളുഹറിന് ശേഷം വന്ന ആളുകൾ, അസറിന് ശേഷം വന്ന ആളുകൾ, അവരൊന്നും പോവാതെ ഈ സമയം കാത്തു നിൽക്കുന്നത് മഹാനായ തങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരംഗമാവണം എന്നതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ആ പരിശുദ്ധമായ മജ്ലിസിലേക്ക് കടന്നു വരികയാണ്. ഞാൻ കൂടുതലായി കാര്യങ്ങൾ സ്വാഗത പ്രഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് സമാപിക്കുകയാണ്. മഹാരഥന്മാരായ സയ്യിദന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും പഠിച്ചവരാണ് കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങൾ എന്നതിന് രണ്ടഭിപ്രായമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാറ്റിനേക്കാളും ബഹുമാനിക്കുന്ന വിഭാഗമാണ്
മഹാന്മാരായ അഹ്ലു ബൈത്ത്, നമ്മുടെ സ്വന്തം മക്കളെക്കാൾ അഹ്ലു ബൈത്തിങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തെക്കാൾ മഹാരഥന്മാരായ അഹ്ലു ബൈത്തിങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അത് നമ്മുടെയൊക്കെ പ്രത്യേക ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. പരിശുദ്ധമായ ഇസ്ലാമികമായ ലോകത്ത് ഇങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്കുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ലിയാഖത്ത് പൂക്കോയ തങ്ങൾ ഈ പരിശുദ്ധമായ മജ്ലിസ് ആരംഭിക്കുമ്പോ എന്തെങ്കിലും ഒരു പ്രത്യേകമായ രീതിയിൽ ഒരു മജ്ലിസ് തുടങ്ങി എന്നതല്ല ബഹുമാനപ്പെട്ട തങ്ങളുടെ മജ്ലിസ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. അവിടുത്തെ ജീവിതം തന്റെ ഇതിനു വേണ്ടി ഒടിഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവര് ഈ രംഗത്തേക്ക് കടന്നു വന്നിരുന്നത് എന്ന് അവിടുത്തെ കുടുംബ പരമ്പരയും അവിടുത്തെ ചരിത്രവും ഒക്കെ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ലിയാഖത്ത് പൂക്കോയ തങ്ങളുടെ പിതാവ് അബ്ദുൽ ഖാദിർ അബൂ സാലിഹ് അൽ ഖാദിരി കവരത്തി എന്ന് പറയുന്ന മഹാനാണ്. ഇന്ന് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് മലപ്പുറം പള്ളിയുടെ പരിശുദ്ധമായ മഖബറയിലാണ്. ബഹുമാനപ്പെട്ട ലിയാഖത്ത് അലി തങ്ങളുടെ പിതാവ് അബ്ദുൽ ഖാദിർ അബൂ സാലിഹ് അൽ ഖാദിരി തങ്ങൾ അവர்கள் അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടുത്തെ ഉമ്മ ബഹുമാനപ്പെട്ട സയ്യിദ് PMS പൂക്കോയ തങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. മഹാനായ സദീഖ് അലി തങ്ങളുടെയും അബ്ബാസ് അലി ശൈഖ് തങ്ങളുടെയും ബഹുമാനപ്പെട്ട ഹൈദർ അലി തങ്ങളുടെയും ഉമർ അലി തങ്ങളുടെയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ബഹുമാനപ്പെട്ട സുദ്ദീഖ് അലി ശിഹാബ് തങ്ങളുടെയും മൂന്നാളുകൾ മരണപ്പെട്ടു. നാലാളുകൾ മരണപ്പെട്ടു. രണ്ടാളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അവരെ പിതാവാണല്ലോ മഹാനായ PMS പൂക്കോയ തങ്ങൾ. അവരുടെ സഹോദരനാണ് PMS പൂക്കോയ തങ്ങളുടെ സഹോദരനാണ് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട മൂത്ത മകൻ ബഷീർ അലി ശിഹാബ് തങ്ങളുടെ മുറ്റത്ത് വളരെ പ്രഗത്ഭമായ ഒരു മഖബറയുണ്ട്. മഹാരഥന്മാരായ ആളുകൾ അവിടെ സിയാറത്തിന് വരുന്നു, ഔലിയാക്കൾ അവിടെ സിയാറത്തിന് വരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് കുടുംബത്തെ അറിയുന്ന ആളുകൾ അവിടെ സിയാറത്തിന് പോവാറുണ്ട്. നമ്മളൊക്കെ സാധാരണയിൽ പാണക്കാട് PMS പൂക്കോയ തങ്ങളുടെയും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഉമർ അലി ശിഹാബ് തങ്ങളുടെയും ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയും കോഴിക്കോട് ഖാദിയുടെയും ഒക്കെ പ്രത്യേക മഖബറ നിലകൊള്ളുന്ന പള്ളിയുടെ ചാരത്താണ് നമ്മൾ പോവാറുള്ളതെങ്കിൽ ബഹുമാനപ്പെട്ട കുടുംബത്തെ അറിയുന്ന ആളുകൾ മഹാനായ ബഷീർ അലി ശിഹാബ് തങ്ങളുടെ മുറ്റത്തുള്ള വളരെ പ്രധാനപ്പെട്ട മഖബറയിൽ പോയിട്ട് സിയാറത്ത് ചെയ്യാറുണ്ട്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളാണ് ബഹുമാനപ്പെട്ട ലിയാഖത്ത് അലി തങ്ങളുടെ ഉമ്മയുടെ ഉപ്പ അഥവാ PMS പൂക്കോയ തങ്ങളുടെ സഹോദരനാണ് അവിടുത്തെ ഉമ്മയുടെ ഉപ്പ. അവിടുത്തെ ഉമ്മ ബഹുമാനപ്പെട്ട ചെറിയ ബീവി എന്ന മഹദിയാണ്. ഇങ്ങനെയുള്ള മഹാനായ സയ്യിദ് അവർകൾ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ 1964 മഹാനവർകൾ ജനിക്കുന്നത്. 1964 മുതൽ 2024 വരുമ്പോ ഇന്ന് 60 കൊല്ലമായി. തങ്ങളെ കണ്ടാൽ എത്ര വയസ്സുണ്ട് നിങ്ങളൊന്ന് സ്വന്തം ആലോചിക്കേണ്ടതാണ്. 60 കൊല്ലമായി മഹാനവർകൾ ജീവിക്കൽ തുടങ്ങിയിട്ട്. വളരെ വ്യക്തമായ ഒരു ജീവിതം. ആ ജീവിതത്തിന്റെ വിശാലമായ കഥയിലേക്കും ചരിത്രത്തിലേക്കും കിടക്കുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും. 60 വയസ്സുള്ള മഹാനായ സയ്യിദ് അവർകൾ ഇന്നും 48 വയസ്സുള്ള ചെറുപ്പക്കാരനെ പോലെ ആവേശത്തോടു കൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ഇങ്ങനെയുള്ള നല്ലൊരു മജ്ലിസ് ഒരുക്കാൻ മഹാനായ സയ്യിദ് തങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഉത്തരവാദി. കമ്മിറ്റി ഉണ്ടാവാം, നാട്ടുകാരുണ്ടാവാം, നമ്മളൊക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മളൊന്നും ആ വിഷയത്തിൽ ഒന്നുമല്ല. ഇത് മഹാനായ ലിയാഖത്ത് അലി തങ്ങളുടെ പരിശുദ്ധമായ സദസ്സാണ്. അതിൽ രണ്ടഭിപ്രായത്തിന് സാധ്യതയുണ്ടാവൂല എന്നുള്ള കാര്യം തീർച്ചയായും. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ 1964 ജനിക്കുന്നത്. അങ്ങനെ 21ാമത്തെ കൊല്ലത്തിൽ ബഹുമാനപ്പെട്ടവര് ജമലുല്ലൈലി തങ്ങളോട് കൂടെ, ചേളാരിയിലുള്ള മഹാനായ ജമലുല്ലൈലി തങ്ങളോട് കൂടെ മടവൂർ തങ്ങളെ കാണാൻ വേണ്ടി പോകുകയാണ്. CM മടവൂരിനെ കാണാൻ പോകുകയാണ്. CM മടവൂരിനെ കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജമലുല്ലൈലി തങ്ങളോട് കൂടെ പോകുമ്പോൾ കോഴിക്കോട് വെച്ച് അവർക്കൊരു പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അതനുസരിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നീട് അവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട തങ്ങളെ കാണാൻ വേണ്ടി പോകുന്നത്. അന്ന് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളവர்கள் വിവിധ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ
പ്രത്യേകമായ അവസ്ഥയാണുള്ളത്. അങ്ങനെ പാസ്പോർട്ടിന്റെ കാര്യം പോയ സമയത്ത് ക്ലിയർ ആയിട്ടില്ല എങ്കിലും പിന്നീട് ബഹുമാനപ്പെട്ട CM-ന്റെ അരികിലേക്ക്, വലിയുല്ലാഹി തങ്ങളുടെ അരികിലേക്ക് ഇങ്ങനെ ചെന്നപ്പോ രണ്ട് സയ്യിദന്മാർ, നേരത്തെ ചെന്ന ധാരാളം ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. ഓരോ ആളുകളെയും വിളിച്ച് അവരോട് പറയേണ്ട വാക്കുകളൊക്കെ നിമിഷങ്ങളെ കൊണ്ട് പറഞ്ഞ ആളുകളെ പറഞ്ഞയക്കുന്ന സ്വഭാവം അവിടെ നടന്നു വരികയാണ്. അപ്പോഴാണ് ഈ രണ്ട് സയ്യിദന്മാർ ഇങ്ങനെ കടന്നു വരുന്നത്. നേരത്തെ വലിയ പരിചയമൊന്നും ബഹുമാനപ്പെട്ട തങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ തങ്ങന്മാരെ കുറിച്ച് അവർക്കില്ല. പക്ഷേ ആത്മീയമായ ബന്ധത്തിന്റെ പേരിലുള്ള പരിചയത്തിന്റെ പേരിൽ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ചെന്നപ്പോൾ അവിടുന്ന് CM വലിയുല്ലാഹി പറഞ്ഞു, ഇപ്പോൾ രണ്ട് തങ്ങന്മാര് വന്നിട്ടുണ്ട്, അവരെ ഇങ്ങോട്ട് വിളിക്കൂ. മഹാനായ നമ്മുടെ തങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്, CM വലിയുല്ലാഹിനെ കാണാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോഴാണ് രണ്ട് തങ്ങന്മാര് വന്നിട്ടുണ്ട്, അവരിങ്ങോട്ട് വിളിക്കുക എന്ന് പറയുന്നത്. ഇവർ തന്നെ സംശയത്തോട് നോക്കി, കൂട്ടത്തിൽ വേറെ തങ്ങന്മാരാരെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടാവാം എന്നിങ്ങനെ കരുതി നിൽക്കുമ്പോഴാണ് ഇവരിലേക്ക് വിളിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഹാരിസ് വന്നിട്ട് വിളിക്കുന്നത്. കൂട്ടിക്കൊണ്ടുപോയി ബഹുമാനപ്പെട്ട തങ്ങൾ ആദരവോടെ കാര്യങ്ങളൊക്കെ അവരുമായി സംസാരിച്ചു. പാസ്പോർട്ട് ഇൻഷാ അല്ലാഹ് ക്ലിയർ ആയിക്കൊള്ളും, കാര്യങ്ങളൊക്കെ നടന്നുകൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ലിയാഖത്തിൽ തങ്ങളുടെ തലയിൽ കൈവച്ചിട്ടൊരു കാര്യം പറഞ്ഞു, അല്ലയോ നിങ്ങൾ ഇന്ന് കാണേണ്ടതെല്ലാം കാണുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഒരുപാട് വസ്തുക്കൾ കാണാനുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ എന്താണ് കാണുക, എന്താണ് പറയുക എന്നൊന്നും അറിയാത്തൊരു ഘട്ടത്തിലാണ് അവിടെയുള്ളത്. മഹാനായ CM ആണല്ലോ പറയുന്നത്, അത്ഭുതങ്ങൾ അതിന്റെ ഉള്ളിൽ ഉണ്ടാവാമെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുടെ ഈ പ്രത്യേകമായ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാണും, എന്ത് കാണുമെന്നറിയാൻ വേണ്ടി നോക്കിങ്ങനെ നിൽക്കുമ്പോൾ മഹാനവറുകൾ വലിയ ഒരു പ്രകാശം കാണുകയാണ്. അതുപോലെ കാണേണ്ട മറ്റു വസ്തുക്കളൊക്കെ കാണുകയാണ്. ഉറപ്പായി പോയി അങ്ങനെ കണ്ടാൽ രണ്ടാമത് ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മഹാനായ തങ്ങൾ അവിടുത്തെ കുടുംബത്തോട് ചെന്നിട്ട് പറഞ്ഞു, CM-ന്റെ അരികിലേക്ക് പോവണം. അവര് പറഞ്ഞു, പോവാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ അവിടുന്ന് പറഞ്ഞുവെങ്കിലും പ്രത്യേകമായ സാമ്പത്തികമായ അവസ്ഥ അന്ന് പുരോഗതിയില്ലാത്ത ഒരു ഘട്ടമായതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ അവിടെ ഉണ്ടായിരുന്ന തുണി വിൽപ്പന നടത്തിയിട്ട് ആ കാശുമായിട്ട് CM-ന്റെ അരികിലേക്ക് പോകുകയാണ്. അവിടെ ഉണ്ടായിരുന്ന തുണി കൊണ്ടുപോയി വിറ്റ് അതിന് കാശാക്കിയിട്ട് CM-ന്റെ അരികിലേക്ക് പോകുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട CM-ന്റെ അരികിൽ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു, കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ നിലയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പുറത്തു വന്നതിന് ശേഷം പിന്നീട് അവിടുത്തെ അവസ്ഥകളെല്ലാം മാറിപ്പോകുകയാണ്. ഒരു ഔലിയാക്കൾ ജീവിക്കുന്ന ഒരു പ്രത്യേകമായ ജീവിത രീതി ബഹുമാനപ്പെട്ടവരുടെ തുടക്കത്തിൽ ഉണ്ടായിത്തീരുകയാണ്. അവിടെ നിന്ന് എന്തൊക്കെയോ അത്ഭുതങ്ങൾ പറയൽ തുടങ്ങുകയാണ്. അവിടെ നിന്ന് യാത്ര ആരംഭിക്കുന്നു. ഒരുപാട് മഖബറകളിലേക്ക് 21-ാമത്തെ വയസ്സിൽ മഹാനവറുകൾ യാത്ര ആരംഭിക്കുകയാണ്. ഒരു ചെറിയ സഞ്ചിയും പിടിച്ചുകൊണ്ട്, ഒരു ചെറിയ വസ്ത്രങ്ങളോ മറ്റൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു സഞ്ചിയും പിടിച്ച്, ഒരു കവറും പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ലിയാഖത്തലി തങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടുത്തെ യാത്ര ആരംഭിക്കുകയാണ്. കാണുന്ന നാട്ടുകാരൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകും, ഭ്രാന്തം കുട്ടി വരുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെ ആളുകൾ മനസ്സിലാക്കി പോയി, ഇത് എന്തോ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്, നല്ല ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു വലിയിലേക്ക് പോകുന്ന ഒരു പ്രത്യേകമായ സാഹചര്യമാണ് എന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് മഹാനായ സ്വാദിഖ് അലി തങ്ങൾ വന്നപ്പോ ഉടനെ ആ കാറിങ്ങനെ തുറക്കുന്ന സമയത്ത് തന്നെ ഈ ഉള്ളവനെ ബഹുമാനപ്പെട്ട തങ്ങൾ കണ്ടു. ഫൈസി ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ, എവിടെ നിങ്ങൾ ഔലിയ കുട്ടി എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി തങ്ങൾ ചെന്ന് വന്നിട്ട് ഇവിടെ നിന്ന് ചോദിക്കുന്നത് ജ്യേഷ്ഠൻ എവിടെയെന്നോ അനുജൻ എവിടെയെന്നോ അല്ല ചോദിക്കുന്നത്, നേരെ മറിച്ച് അങ്ങനെയുള്ളൊരു ബന്ധമാണ് അവർക്കുള്ളത്. അവരവിടെ നിന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഔലിയ കുട്ടി എവിടെ എന്ന്. ഞാൻ പറഞ്ഞു, ഉള്ളിലുണ്ട്. അങ്ങനെ ഉള്ളിൽ ചെന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട തങ്ങള് കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്വാദിഖ് അലി തങ്ങൾ പറയുന്നു, ഔലിയക്കുട്ടിയുടെ പരിപാടിക്ക് വരാതെ വേറെ അങ്ങോട്ടും പോകാൻ പറ്റൂല, അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. ചായ കുടിച്ചു ഉടനെ അവിടുന്ന് ദുആ ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ബഹുമാനപ്പെട്ട കോളേജിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. അതിനുശേഷമുള്ള പ്രാർത്ഥന നടത്തി ഉദ്ഘാടനവും നിർവഹിച്ചു. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. ഇവിടെ നിന്നൊക്കെ അവർ പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ നാട്ടുകാർ 21-ാമത്തെ വയസ്സിൽ ഇതൊരു ഭ്രാന്തനാണോ എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞിരുന്നൊരു ഘട്ടമുണ്ടായപ്പോൾ അവരൊക്കെ പല മഖബറുകളിലും മാറി 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 നടന്ന് അവിടുന്ന് സിയാറത്തും മറ്റുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ വിവിധങ്ങളായ മഹാരഥന്മാരായ ഔലിയാക്കളുമായിട്ട് ബന്ധപ്പെട്ടു, മഹാനായ അന്തൂർ പാപ്പയുമായിട്ട് ബന്ധപ്പെട്ടു, അതുപോലെ പ്രഗത്ഭരായ ഔലിയാക്കളുമായിട്ട് ബന്ധപ്പെട്ടു.
ബന്ധപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഔലിയാക്കളെ കൂട്ടത്തിൽ മഹാനായ അന്തർപ്പാപ്പയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് യാ ലത്തീഫ് എന്ന ദിക്റിന്റെ റിയാദയും അവിടുത്തെ ഇജാസത്തും ഒക്കെ ലഭിക്കുന്നത്. അങ്ങനെ ഒരുപാട് സയ്യിദന്മാരുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുപാട് പദ്ധതികൾ നമുക്കിവിടെ ഇനി നിർവഹിക്കാനുള്ളത് കൊണ്ട് ആ മഹാരഥന്മാരായ സയ്യിദന്മാരെ കുറിച്ചൊക്കെ ഔലിയാക്കളെ കുറിച്ചൊക്കെ പലപ്പോഴും നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവാം. തഴവ കുഞ്ഞു മുഹമ്മദ് മൗലവി ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ ഒരു ശൈഖിൽപ്പെട്ട മഹാനാണ്. ബഹുമാനപ്പെട്ടവരിൽ നിന്ന് അവിടുന്ന് വലിയ ഇജാസത്തുകളൊക്കെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്റിന്റെ ഇജാസത്താണ് ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചിട്ടുള്ളത്. അഥവാ പ്രഗത്ഭരായ മഹാന്മാരിൽ നിന്ന് ലഭിക്കുന്ന ഇജാസത്ത് പ്രകാരമുള്ള എന്തെങ്കിലും ഒരു ദിക്ർ മഹാനായ തങ്ങൾ നമ്മിലേക്ക് തരികയാണെങ്കിൽ തന്നെ അതിന് വലിയ ഇജാബത്തുണ്ടാകും, അതിന് വലിയ ഫലമുണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇവിടെ സാധാരണയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അസ്മാഉൽ ഹുസ്ന ബഹുമാനപ്പെട്ട സിഫി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ചെമ്പുലങ്ങാട് ഉസ്താദ് ഷെയ്ഖുന ചെമ്പുലങ്ങാടിന്റെ അരികിൽ നിന്നാണ് അതിനുള്ള ഇജാസത്ത് ലഭിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മദീനയിൽ ഉള്ള പ്രഗത്ഭനായ മഹാനായ ഷെയ്ഖ് ജീലിയിൽ നിന്നാണ് ഖാദിരിയ ത്വരീഖത്തിന്റെ ഇജാസത്ത് ലഭിച്ചിട്ടുള്ളത്. ഒരിക്കൽ മദീനയിലേക്ക് പോകുമ്പോ മഹാനായ തങ്ങളുപ്പാപ്പയുടെ കൂടെ ഞങ്ങൾ ആ ഷെയ്ഖിന്റെ മജ്ലിസിലേക്ക് പോകുകയാണ്. പ്രഗത്ഭരായ മഹാന്മാരായ ആളുകൾ അവിടെ ഇരുന്നിട്ട് റാത്തീബും ദിക്റും ഒക്കെ നടത്തുന്ന ഒരു പ്രത്യേകമായ ഒരു വീട്, ഒരു ബിൽഡിംഗ്, അതിൽ ഒരുപാട് ഔലിയാക്കളാവാൻ സാധ്യതയുള്ള പ്രഗത്ഭരായ മഹാന്മാരുണ്ട്. അങ്ങനെയുള്ള മശായിഖന്മാരിൽ നിന്ന് കേരളത്തിന്റെ പുറത്തും അകത്തുമുള്ള പലരിൽ നിന്നുമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ തങ്ങൾക്ക് ഇജാസത്ത് ലഭിച്ചിട്ടുള്ളത്. ധാരാളം ആളുകളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. പലപ്പോഴും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞതുമാണ്. ആ സയ്യിദ് അവർക്ക് അവർ നടത്തുന്ന ആഴ്ചത്തോറും നടത്തുന്ന ഈ മജ്ലിസിൽ ഒരുപാട് പ്രത്യേകമായ കാര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. പഴയതെല്ലാം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ പോയ ഒരു സഹോദരൻ 2-2.5-3 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കരിപ്പൂരിൽ വന്നിട്ട് വിമാനം ഇറങ്ങുകയാണ്. കരിപ്പൂരിൽ വെച്ച് അദ്ദേഹത്തെ കാണാതെയായി. എങ്ങോട്ടാണ് പോയത് എന്നറിയുന്നില്ല. വീട്ടുകാരും നാട്ടുകാരും വളരെ വിഷമിക്കുകയാണ്. പലപ്പോഴും തങ്ങളുടെ അരികെ വന്നിട്ട് ആ കാര്യങ്ങൾ പറയാറുണ്ട്. ഒരാഴ്ചക്ക് മുമ്പ് വീണ്ടും അവർ വന്നു, തങ്ങളെ കുട്ടിയെ ഇതുവരെ ലഭിച്ചിട്ടില്ല. കുട്ടി എന്ന് പറയുമ്പോ ആ പറയുന്ന മാതാവിന്റെയും പിതാവിന്റെയും കുട്ടിയാണ്, ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോ മഹാനായ തങ്ങൾ ഫോട്ടോ നോക്കിയിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ നേർച്ച നടക്കുന്നതിന് മുമ്പായിട്ട്, നമ്മുടെ ആണ്ട് നേർച്ച വരുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ കിട്ടുമെന്ന് പറയുകയാണ്. ഇന്നലെ ആ മനുഷ്യന് കിട്ടിയ വിവരം കിട്ടി. അദ്ദേഹം തൃശ്ശൂരിൽ ഉണ്ട് എന്നും അറിയുകയും ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കാൻ സാധ്യമാകുകയും ചെയ്തു. ഇങ്ങനെയുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. ഒരിക്കലും മുത്താലിമ് അവിടുത്തെ മജ്ലിസിലേക്ക് വരികയാണ്. ആ മുത്താലിമിന് നടക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല. വലിയ വിഷമകരമായ അവസ്ഥയാണ്. കാലിനെന്തോ രോഗമുണ്ട്. ആ രോഗത്തോടു കൂടിയാണ് കുടുംബങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ദിക്ർ കഴിഞ്ഞപ്പോ മഹാനായ തങ്ങൾ ആ മുത്താലിമിനോട് പറഞ്ഞു, എണീക്കൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് എണീക്കുകയാണ്. നടക്കൂ എന്ന് പറഞ്ഞു. മഹാനായ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ആ കുട്ടി നടക്കുകയാണ്. എടുത്തുകൊണ്ടുവന്ന മുത്താലിമ് നടന്നുകൊണ്ടാണ് പിന്നീട് തിരിച്ചു പോകുന്നത്. ഇങ്ങനെയുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് പലപ്പോഴും സാധ്യമായിട്ടുണ്ട്. ഒരിക്കൽ ഒരു രോഗി വരികയാണ്. ആ രോഗിയുടെ കാലിന് എന്തോ ഒരു വലിയ ഒരു മുള്ളു കുത്തിയിട്ടുണ്ട്. ആ മുള്ളു കുത്തിയ വിഷമം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ആ മുള്ളു കുത്തിയതിന്റെ പേരിൽ ഡോക്ടർമാരെ സമീപിച്ചപ്പോ ഒരുപാട് ചികിത്സകളൊക്കെ അവർ നടത്തിയെങ്കിലും ആ ചികിത്സ മുഖേനയൊന്നും ആ മുള്ളു ലഭിക്കാൻ സാധ്യമാവാത്ത ഒരു പ്രത്യേകമായ ഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളോട് വന്നിട്ട് പറഞ്ഞു. ആ തങ്ങൾ ആ കാര്യങ്ങളിലേക്കെല്ലാം നോക്കിയപ്പോ ആ ഭാഗത്തേക്ക് മന്ത്രിച്ചിട്ട് അവിടുത്തെ തുപ്പലടക്കം ഒരൽപ്പം അങ്ങ് ഊതുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഊതി. അന്ന് രാത്രി അവിടെ ആ കുട്ടി ആ മനുഷ്യനോട് പറഞ്ഞു, ഇന്ന് നേരം വിളിക്കുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ റാഹത്താകും. അന്ന് രാത്രിയാകുമ്പോ ഒരു വിരലോളം നീളമുള്ള ഒരു ആ കാലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന സംഭവം. ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ ഓരോരുത്തർക്കും പറയാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാക്കുകൾ ചുരുക്കുകയാണ്. മഹാനായ സയ്യിദ് അവറുകൾ ദുആക്കും ദിക്റിനും ഒക്കെ നേതൃത്വം കൊടുക്കാൻ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വാഗതം പറയുകയാണ്. ഇവിടെ ഓരോരുത്തരെയും പേരെടുത്തുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിനൊക്കെ വേണമല്ലോ സമയം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട
ഈ പരിശുദ്ധമായ മജ്ലിസ് ഇന്ന് മഹാനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. ബഹുമാനപ്പെട്ടവർ വന്നതിന് ശേഷമാണ് ഉദ്ഘാടന പ്രഭാഷണം ഉണ്ടാകുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ഈ മജ്ലിസിൽ അധ്യക്ഷ വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഫസൽ ശിഹാബ് തങ്ങളാണ്. ബഹുമാനപ്പെട്ടവരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. ഒത്തുകൂടിയ പണ്ഡിതന്മാർ, സയ്യിദന്മാർ, ഇവിടെ എത്തിയ ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മുതഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ എല്ലാവരുമുണ്ട്. എല്ലാവർക്കും ഈ മഹത്തായ പരിപാടിയുടെ എല്ലാവിധ സ്വാഗതവും ഇൻഷാ അല്ലാഹ് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഷമീർ ദാരിമി അദ്ദേഹത്തിന്റെ പ്രഭാഷണം സമാപിക്കാൻ കാത്തു നിൽക്കുകയാണ്, ഒരുങ്ങി നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അന്നേരം നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ തുടർച്ചയുണ്ടാകും. അള്ളാഹു എല്ലാ നിലക്കും അനുഗ്രഹം നൽകുമാറാവട്ടെ. എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കി, ഒന്ന് എണീക്കി. അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒന്നെല്ലാവരും ഒന്ന് മുന്നോട്ട് ഇങ്ങോട്ടിരിക്കും, മുന്നോട്ട് ഇങ്ങോട്ടിരിക്കും. അങ്ങനെയല്ല, ഇങ്ങോട്ട് വരാനല്ല, കസാല ഇല്ലാതെ വരാനല്ല. ഒന്ന് മുന്നോട്ട്, കസാല നോക്കിയിട്ട് മുന്നോട്ടിരിക്കും. ഒറ്റ കസാലി അടിയിൽ ഒഴിവ്. കുറേ ആളുകൾ അവിടെ വെറുതെ നിൽക്കുകയാണ്. ഒന്ന് എല്ലാവരും മുന്നോട്ട് നിൽക്കും. ഇനി അവിടെ ഇരിക്കരുത്. കസാല പൂർത്തിയായാൽ അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കരുത്, ബാക്ക് ഭാഗത്ത് ഇരിക്കരുത്, ഫുള്ളായിട്ട് ഇരിക്കണം. വലിക്കണ്ട. അങ്ങനെ ആകുമ്പോൾ ഭാഗത്തായി പോകും. പിന്നെ അവിടെ സ്റ്റേജിന്റെ നമ്മുടെ ആ തറയുടെ ഭാഗത്തേക്ക് കുറച്ചാളുകൾ കയറി നിൽക്കും. തറന്റെ ഭാഗത്തേക്ക് നല്ല സൗകര്യം അവിടെ ഇരുന്ന് ഭാഗം കേൾക്കാൻ. ഒന്ന് കുറച്ചാൾ അങ്ങോട്ട് കയറിക്കൊള്ളി. കുറച്ചും കൂടെ കയറി. നമ്മുടെ ബാക്ക് ഭാഗത്തെല്ലാം കുറേ ആളുകളുണ്ട്. കുറച്ചാൾ ഇങ്ങോട്ട് കയറുന്നോളി. അതിലങ്ങോട്ട് വഴിയില്ല എന്ന് തോന്നുന്നുണ്ട് കയറാനില്ലേ. ഉള്ള ആളുകളൊന്നും സൗകര്യം ചെയ്തു കൊടുക്കും. അൽഹംദുലില്ലാഹ്. ഒന്നും കൂടെ മുന്നോട്ട് വരും. ബാക്കിന്ന് മുന്നോട്ട് വന്നിട്ടില്ലല്ലോ. ബാക്കിൽ ഇപ്പൊ ഇരിക്കുക തന്നെയാണ്. ഞാൻ ഈ പറയുന്ന എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരും അറിയുന്നുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേ. ബാക്കിൽ നിന്ന് മുന്നോട്ട് ഒന്നും കൂടെ. മുൻഭാഗമൊക്കെ ക്ലിയറായി വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ബാക്ക് ഭാഗവും കൂടെ ക്ലിയർ ആക്കാൻ. നമ്മുടെ തറയുടെ ഭാഗത്ത് സ്ഥലമുണ്ട്. അങ്ങോട്ടും കയറിയിരിക്കുക.